മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സത്യഭാമയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി. ബുധനാഴ്ച രാവിലെയാണ് ഡിവൈഎഫ്ഐ സമരവുമായി പ്രസിഡന്റിന്റെ ക്യാബിനിലെത്തിയത്. പ്രസിഡന്റിനെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MCFിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാടായി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ച് പ്രസിഡന്റിന്റെ ക്യാബിനിൽ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് ബി സത്യഭാമ പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് നമ്മുടെ MCFിൻ്റെ പ്രശ്നമാണെന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്കും അത് കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് അത് എടുത്തിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നെ അധികം അങ്ങോട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവരെല്ലാം കൂടി എന്നെ കയ്യേറ്റം ചെയ്യായിരുന്നു, എന്നെ കൈപിടിച്ച് തിരിക്കുകയോ അങ്ങനെ ഒരുപാട് പ്രശ്നം. പിന്നെ എന്നെ 1 മണിക്കൂറോളം പിന്നെ ഓഫീസ് ബന്ദിയാക്കുമായിരുന്നു. 1 മണിക്കൂർ കറക്റ്റ് 10:40 മുതൽ 11:40 വരെ 2 ഡോറും അവർ ക്ലോസ് ചെയ്ത് അവിടെ വെക്കുമായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു, പക്ഷേ പോലീസും ഒന്നും പറഞ്ഞിട്ടില്ല. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പഞ്ചായത്ത് നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഡിവൈഎഫ്ഐയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റിനെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കോപ്രവൻ പറഞ്ഞു. സമരക്കാർക്ക് കൂട്ടുനിൽക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസിന്റെ അനാസ്ഥയാണ് സമരക്കാർ പ്രസിഡന്റിന്റെ ക്യാബിനിൽ കയറി സമരം നടത്താൻ അവസരമൊരുക്കിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വനിതാ SC പ്രസിഡന്റാണ്, ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരെ എന്തും ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പിന്നെ നമ്മളെയൊക്കെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് മാടായി പഞ്ചായത്തിലുണ്ടായത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അനാസ്ഥയാണ് ഉണ്ടായത്. അതിൻ്റെ വീഡിയോ അടക്കം നമ്മളെ കയ്യിലുണ്ട്. പോലീസ് ശരിക്കും മെമ്പർമാരെ കയർത്താണ് സംസാരിക്കുന്നത്. നമ്മളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നു, നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു അനാസ്ഥയാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ ചേംബറിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുന്നതിന് പകരം അവരെ ടേബിളിനടിക്കാനും അവരെ പ്രതിഷേധിക്കാനുള്ള അവസരം പോലീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.